ലാൽ പ്രൊഡക്ഷൻസ് ഇതാ ഹിറ്റ്ലർ. ഇത് ഏത് കഥാപാത്രമായിരുന്നു? ഇത് ഹൃദയഭാനു എന്നാണ് പേര്. മമ്മൂക്കയുടെ കഥാപാത്രം പറയുന്നുണ്ട്. ഇവൻ മാത്രമല്ല, ഇവൻ്റെ അച്ഛനും അമ്മയൊക്കെ വിഡ്ഢികളാണ്. ഇങ്ങനെ ആരെങ്കിലും പേരിടുമോ എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സഹപ്രവർത്തകനോ കൂട്ടുകാരനോ ആണോ അത്? ഈ ഇൻസിഡൻ്റൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഞങ്ങളുടെ ഗ്യാങ് എല്ലാവരും കൂടി. അപ്പോൾ ഒരു പെൺകുട്ടിയും അവളുടെ ബ്രദറും കൂടി നിൽക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തന്നെ അവളെ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിക്കലും ഈ ബ്രദർ തിരിഞ്ഞു നോക്കിയത് ഒപ്പോയി പോയി. അപ്പോൾ അയാൾ കണ്ടു എന്നുള്ളത് ഇവനും മനസ്സിലായി, ഞങ്ങൾക്കും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. അയാൾ പിന്നെ ഇവനെ തന്നെ നോക്കുമ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. അയാൾ കുറേ നേരം നോക്കി നിന്നിട്ട് എന്തോ ഞരമ്പ് രോഗം വെച്ചിട്ട് അയാൾ പോയി. ആ സാധനമാണ് ഇത് പണ്ട് പലപ്പോഴും ഈ കണ്ണൊന്ന് അടച്ചു കാണിച്ചിട്ട് ആരും കണ്ണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞരമ്പ് രോഗമാണെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല സിദ്ദിഖ്? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ജീവിതം, അതൊക്കെ തന്നെയാണ് സിനിമ. അതെ, ഞാൻ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് സിനിമ ഉണ്ടാക്കുക. എനിക്കറിയാൻ പാടില്ലാത്ത ഒരാളുകളെ കുറിച്ച് ഞാൻ എങ്ങനെ കഥ ഉണ്ടാക്കും. പക്ഷെ ഈ കഥ ഉണ്ടായപ്പോൾ എനിക്കതൊരു കോൺഫിഡൻസ്. സൽമാൻ ഖാനെ വെച്ചാണ് അതെ സിദ്ദിഖ് ബോഡി ഗാർഡ് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത്. അതെ, മറ്റൊരു ദൃശ്യഭാഷ നൽകി. സൽമാന് എങ്ങനെ സിദ്ദിഖിനോട് പ്രതികരിച്ചു? വലിയ പുലികളുടെ കൂടെയും കടുവകളുടെ കൂടെയൊക്കെ ഇങ്ങനെ വിരാജിച്ചിരുന്നൊരു സിംഹം ഈ മാൻപേയുടെ കൂടെ എങ്ങനെയാണ്? സൽമാൻ ഒരു ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ ഒരു സൂപ്പർ മെഗാസ്റ്റാറാണ്. അതിനോടൊപ്പം തന്നെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ്ങാണ്. അയാൾക്ക് വളരെ പെട്ടെന്ന് നന്മയും കലാകാരനും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അയാൾ ഈ സിനിമ കണ്ടിട്ട് അയാളാണ് ഡിസൈഡിങ് ഫാക്ടർ. അയാൾ പറയണത് വേണ്ട, ഇത് ഹിന്ദിയിലെ ഏതെങ്കിലും ഡയറക്ടറെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നടക്കില്ല. കാരണം അങ്ങേരുടെ ഡിസിഷൻ അപ്പുറത്തേക്ക് വേറൊരു ഡിസിഷൻ ഇല്ല. പക്ഷേ സൽമാൻ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഈ ഡയറക്ടർ തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ സൽമാൻ പറയുകയാണ് ഈ ഡയറക്ടർ തന്നെ മതി. എന്നിട്ട് ഇവർ എനിക്ക് ഫോൺ തരികയാണ്. ഫോൺ ചെയ്ത് അങ്ങേര് വളരെ ഇഷ്ടപ്പെട്ടു. എപ്പോഴാണ് കയറി വരിക ബോംബെക്ക്? ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുകയായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചു എപ്പോഴാണ് നമ്മളിത് തുടങ്ങുക? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തമിഴ് തുടങ്ങുകയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സിനിമ ഇപ്പോൾ തുടങ്ങുകയാണ്, ദബാങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പടവും കൂടി, അത് കഴിഞ്ഞിട്ട് റെഡിയോ എന്തോ കൂടി, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമല്ലോ. ഒരു കണക്കിന് അവിടെയും സിദ്ദിഖിന് ഭാഗ്യം തുണച്ചു. ഈ ദബാങ് ആണ് സൽമാനെ ഒന്നും കൂടി സ്പിൻ ചെയ്ത്. അതെ, അത് റിലീസായിട്ടില്ല, റീലോഞ്ച് ചെയ്ത സൽമാനെയാണ് സിദ്ദിഖിന് കിട്ടിയത്. മറിച്ച് താഴാതിരിക്കുന്ന സൽമാനാണ് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ബോഡി ഗാർഡിന് ഇത്രയും ഇനിഷ്യൽ കിട്ടണം എന്നില്ല. പതുക്കെ പിടിക്കും, എന്തായാലും പിടിക്കും. പക്ഷേ ഇത്രയും ആദ്യ ദിവസം തന്നെ പെരുന്നാൾ 23 കോടി കളക്ഷൻ ഉണ്ടായിരുന്നു. അതെ, 100 കോടി നാലാം ദിവസം ടച്ച് ചെയ്തു. അതായിരുന്നു ഏറ്റവും ഫാസ്റ്റായിട്ട് 100 കോടി ടച്ച് ചെയ്ത ആദ്യത്തെ സിനിമ. പക്ഷെ സിദ്ദിഖിന് ഈ ഒരു സാമ്പത്തിക ലാഭത്തിൻ്റെ ഒരു ഗുണമൊന്നും സിദ്ദിഖിന് കിട്ടിയില്ല എന്നാരോ പറഞ്ഞു. അതൊരിക്കലും അങ്ങനെ കിട്ടില്ലല്ലോ. അല്ല, എന്നാലും ഒരു സാധാരണഗതിയിൽ ഒരു സംവിധായകന്, ഒരു ഹിറ്റ് ഉണ്ടാക്കിയ സംവിധായകന് കിട്ടണ്ട. നമുക്കതിൻ്റെ ഒരു ഗുഡ് വില്ലില്ലേ, ഗുഡ് വില്ല് തന്നെയാണ് അതിൻ്റെ എപ്പോഴും അതിന് നമുക്ക് കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് നമുക്കിവിടെ ആ ഒരു രീതിയില്ല. അതൊക്കെ ഹിന്ദിയിൽ നിന്ന് പഠിച്ചത് എന്താണ്? പഠിച്ച പാഠം എന്താണ് പ്രധാനം? ഹിന്ദിയിൽ നിന്ന് പഠിച്ച മാർക്കറ്റിംഗ്. സിദ്ദിഖ് ബോഡി ഗാർഡുമായിട്ട് ബോളിവുഡിനെ കീഴ്പ്പെടുത്തിയല്ലോ. അതൊരു മാറ്റമല്ലേ, വലിയ മാറ്റമല്ലേ? സിദ്ദിഖ് ഇവിടുന്ന് വണ്ടി കയറി കോയമ്പത്തൂർ പോകുന്ന പോലും ആരും വിചാരിച്ചിട്ടില്ല സിദ്ദിഖിൻ്റെ പഴയ സ്വഭാവത്തിൽ. സിദ്ദിഖ് അവിടെ തമിഴിൽ കൊണ്ട് തമിഴ് തിമിർത്താടി ഇപ്പോഴും സിദ്ദിഖിനെ കുറിച്ച് ചില ആൾക്കാർ പറഞ്ഞു. സിദ്ദിഖിന് അവിടെയും ഒരു തന്ത്രപരമായിട്ടുള്ള പാളിച്ചയുണ്ട്. തമിഴിൽ പല ജാടകളും വേണം. നിപ്പിലും നടപ്പിലും പ്രവൃത്തിയിലും ഒക്കെ വേണം. അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതൊക്കെ എനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. സൂപ്പർ സ്റ്റാറുകളെ എടുത്ത് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ സ്റ്റാറുകളെ തന്നെ എടുക്കാൻ പാടും. ഓഫ് ബീറ്റ് മൂവികളിലേക്കൊന്നും തമിഴ് പോകാൻ പാടില്ല. അവിടെ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. അതായത് ഞാനത് കഴിഞ്ഞിട്ട് ചെറിയ ആക്ടറാണ്, പ്രസന്നയെ വെച്ച് സിനിമ എടുക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അത്ഭുതമാണ്. നിങ്ങൾ വിചാരിച്ചാൽ വിജയുടെ ഡേറ്റ് കിട്ടും, സൂര്യയുടെ ഡേറ്റ് കിട്ടും, പിന്നെ എന്തിനു നിങ്ങൾ ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ? എനിക്ക് അത്ഭുതം തോന്നി.
എനിക്ക് ഈ കഥയിലൊരു ചെറിയ ആർട്ടിസ്റ്റ് മതി. പിന്നെ എനിക്കങ്ങനെ ഈ കഥയിൽ ഒരു വിജയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കൊരു കൊച്ചു കഥ എടുക്കണം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ധാരണ. അപ്പോൾ നമ്മൾ ചെറുതാകുന്നു എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ കൊമേഴ്സ്യൽ വ്യവസായത്തിൻ്റെ ഒരു അലിഖിത നിയമമാണ് സിദ്ദിഖ്. അതെ, അതൊക്കെ തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പം എൻ്റെ തന്നെ വാല്യൂ ഞാൻ കുറയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ എനിക്കങ്ങനെ ഒരു വാല്യൂ ഞാൻ ഇട്ടിട്ടില്ലല്ലോ, നിങ്ങളിടുന്നതല്ലേ.